Welcome back to Primers Academy Rules. നമ്മൾ ഇന്ന് നോക്കുന്ന Lucent GKയുടെ കെമിസ്ട്രിയിൽ 12th chapter ആയ Gaseous Law. അപ്പം നോക്കാം. First law, Boyle's law. The volume of a definite amount of a gas at a constant temperature is inversely proportional to the pressure of the gas. ഇവിടെ പറയുന്നത് നമ്മൾ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ട് വെച്ച് അങ്ങനെയാണെങ്കിൽ ആ ഗ്യാസിന്റെ വോളിയം എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. എന്തിന്? എത്ര പ്രഷർ ആണോ അപ്ലൈ ചെയ്യുന്ന ആ പ്രഷറിന്. ഓക്കെ. If at a constant temperature the volume be a definite amount of a gas is V and its corresponding pressure be P. അതായത് ആ ഗ്യാസിന്റെ വോളിയം V ആയിട്ടും കറസ്പോണ്ടിങ് പ്രഷറിനെ P ആയിട്ട് എടുക്കുകയാണെങ്കിൽ എങ്ങനെ ഇക്വേഷൻ വരും? B directly proportional to 1 by P. അതായത് V equals to K 1 by P. K എന്ന് പറയുന്നത് അവിടെ എന്താ? പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കുന്നത്. അപ്പം ഇക്വേഷൻ എങ്ങനെ വരും? PV is equal to K constant. അതായത് P1 V1 equals to P2 V2 എന്നുള്ള ഇക്വേഷൻ കിട്ടും. Thus, at a constant temperature, the product of the pressure and the volume remains constant. അങ്ങനെ നമുക്ക് എന്ത് കിട്ടും? കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ പ്രഷറിന്റെയും വോളിയത്തിന്റെയും പ്രോഡക്റ്റ് കോൺസ്റ്റന്റ് ആയിട്ട് കിട്ടും. ബട്ട് സിൻസ് വോളിയം എന്ന് പറയുന്നത് മാസ് ബൈ ഡെൻസിറ്റി അല്ലേ, അതായത് V is equal M by D. അപ്പം V1 is equal to M by D1 എന്ന് എടുക്കാം. ആൻഡ് V2 എന്ന് വെച്ചാൽ M by D2. Thus by Boyle's law P1 dot, അതായത് P1 V1 എന്നല്ലേ, Vനെ നമ്മൾ M by D1 എന്നുള്ള ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം P1 dot M by D1 equals to P2 into M by D2 equals to P1 by D1 equals to P2 by D2 equals to P by D എന്ന് പറഞ്ഞ കോൺസ്റ്റന്റ് ആയിട്ട് കിട്ടും. അപ്പൊ അവിടെ നിന്ന് എന്ത് കിട്ടും? P എന്ന് വെച്ചാൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു D ആയിട്ട് വരുന്നത്. അപ്പം this tells the pressure of the gas is directly proportional to its density at a constant temperature. അതായത് ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ ആ ഗ്യാസിന്റെ പ്രഷർ എന്ന് പറയുന്നത് എന്തിന്? അതിന്റെ ഡെൻസിറ്റിക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയാണ് ബോയ്ൽസ് ലോ. ഇനി അടുത്ത ചാൾസ് ലോയിലോട്ട് പോവാം. The volume of a definite amount of a gas at constant pressure. ഇവിടെ പ്രഷർ ആ കോൺസ്റ്റന്റ് ആക്കി വെക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഗ്യാസിന്റെ വോളിയം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. അപ്പം ഗ്യാസിന്റെ വോളിയം എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നാ പറയുന്നത്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. ഇഫ് അറ്റ് എ കോൺസ്റ്റന്റ് പ്രഷർ കോൺസ്റ്റന്റ് ആണല്ലോ, ദ വോളിയം ഓഫ് ദ ഡെഫിനിറ്റ് എമൗണ്ട് മാസ് ഓഫ് ദ ഗ്യാസ് ഇസ് V ആയിട്ട് എടുക്കുന്നു ആൻഡ് ഇറ്റ്സ് കറസ്പോണ്ടിങ് ടെമ്പറേച്ചറിന് T ആയിട്ട് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ V എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു T ആ. അപ്പം എന്ത് കിട്ടും? V by T equals to K എന്ന് കിട്ടും. K എന്ന് വെച്ചാൽ എന്താ? പ്രൊപ്പോർഷണലി കോൺസ്റ്റന്റ്. അപ്പം V1 by T1 equals to V2 by T2. അപ്പം അതാ ചാൾസ് ലോ. ഇനി പ്രഷേഴ്സ് ലോ എന്ന് പറഞ്ഞൊരു ലോ ഉണ്ട്. ആ ലോ എന്താന്ന് നോക്കാം. ദ പ്രഷർ ഓഫ് എ ഡെഫിനിറ്റ് എമൗണ്ട് ഓഫ് എ ഗ്യാസ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം. ഇവിടെ വോളിയം ആണ് കോൺസ്റ്റന്റ് ആക്കി വെക്കുന്നത്. എന്നിട്ട് എന്തിനെയാ കമ്പയർ ചെയ്യുന്നത്? പ്രഷർ ഓഫ് എ ഡെഫിനിറ്റ് പ്രഷറിനെയും ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. ടെമ്പറേച്ചറുമായിട്ട് പ്രഷറിനെ കമ്പയർ ചെയ്യുമ്പോൾ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിട്ടാണ് കിട്ടുന്നത്. അപ്പം ഇഫ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം കോൺസ്റ്റന്റ് ആയിട്ട് ഇരിക്കുമ്പോൾ പ്രഷർ ഓഫ് എ ഡെഫിനിറ്റ് എമൗണ്ട് ഓഫ് എ ഗ്യാസ് P എന്ന് എടുക്കുന്നു ആൻഡ് ഇറ്റ്സ് കറസ്പോണ്ടിങ് ടെമ്പറേച്ചറിന് T എന്ന് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ P ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു T. ഇല്ലെങ്കിൽ P by T equals to കോൺസ്റ്റന്റ്. K എന്ന് വെച്ചാൽ കോൺസ്റ്റന്റ്. അപ്പൊ P1 by T1 equals to P2 by T2 എന്ന് കിട്ടും. അതായത് P1 T2 equals to P2 T1. ഇനി അടുത്ത, അപ്പൊ അതാണ് ആ ലോ എന്ന് പറയുന്നത്, പ്രഷേഴ്സ് ലോ. ഇനി ഗേഷ്യസ് ഇക്വേഷൻ ഓഫ് എ സ്റ്റേറ്റ്. അതായത് ദ ഇക്വേഷൻ ഓഫ് എ സ്റ്റേറ്റ് ഓഫ് എ സബ്സ്റ്റൻസ് ഓഫ് എ ഡെഫിനിറ്റ് എമൗണ്ട് ഈസ് ആൻ ഇക്വേഷൻ ഇൻ വിച്ച് പ്രഷർ, ടെമ്പറേച്ചർ ആൻഡ് വോളിയം ആർ ഇൻവോൾവ്. അതായത് ഒരു സബ്സ്റ്റൻസിന്റെ ഒരു സ്റ്റേറ്റിലിരിക്കുന്ന ഒരു സബ്സ്റ്റൻസിന്റെ പ്രഷറും ടെമ്പറേച്ചറും വോളിയം എല്ലാം ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ഇക്വേഷനെയാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ഫോർ 1 mole ഗ്യാസ്, ഒരു 1 mole ഗ്യാസ് എടുക്കാന്ന് വെച്ചു. അങ്ങനെയാണെങ്കിൽ ബോയ്ൽസ് ലോ വഴി എന്താ പറഞ്ഞേ? T കോൺസ്റ്റന്റ് ആയിരിക്കും, പ്രഷർ എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു
വോളിയം. എന്നാൽ ചാൾസ് ലോയിൽ എന്തായിരുന്നു? വോളിയത്തിനെ കോൺസ്റ്റന്റ് ആക്കി വെക്കും, പ്രഷർ എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. ഇനി നൗ കമ്പൈനിങ് ബോത്ത് ബോയിൽസ് ആൻഡ് ചാൾസ് ലോ, അങ്ങനെ ആകുമ്പോൾ എന്ത് കിട്ടും എന്നാ പറയുന്നത്? പി എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടി ബൈ ബി, അതായത് ബോത്ത് ടി ആൻഡ് ബി വേരി ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ പി ഈക്വൽസ് ടു ആർ ടി ബൈ ബി, വേർ ആർ എന്ന് വെച്ചാൽ കോൺസ്റ്റന്റ്, അതായത് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. ഇനി ആർ ഈക്വൽസ് ടു പി വി ബൈ ടി എന്ന് കിട്ടും, അതായത് പി ടു വി ടു ബൈ ടി വൺ ഈക്വൽസ് ടു പി ടു വി ടു ബൈ ടി ടു, അതായത് പി വി ഇസ് ഈക്വൽ ടു ആർ ടി. ദിസ് ഈസ് റിക്വയർഡ് ഗേഷ്യസ് ഇക്വേഷൻ ഓഫ് എ സ്റ്റേറ്റ്. ഇതാണ് ശരിക്കും ഗേഷ്യസ് ഇക്വേഷൻ ഓഫ് എ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പം സിമിലർലി ഫോർ n മോൾ ആണെങ്കിൽ എങ്ങനെ മാറും ഇക്വേഷൻ? പി വി ഈക്വൽസ് ടു എൻ ആർ ടി. ഓക്കെ, അടുത്ത അബ്സൊല്യൂട്ട് ടെമ്പറേച്ചർ സ്കെയിലിൽ the temperature scale in which minus 273 degrees Celsius is assumed to be 0 is called absolute temperature scale. Also, the absolute zero is a temperature at which molecular motion ceases. ഈ absolute സീറോയിൽ ഉള്ള ടെമ്പറേച്ചറിൽ മോളിക്കുലർ മോഷൻ cease ചെയ്യും, സ്റ്റോപ്പ് ചെയ്യുന്ന ടെമ്പറേച്ചർ ആണത്. അത് -273 ഡിഗ്രി സെൽഷ്യസിനെയാണ് നമ്മൾ സീറോ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതിനെയാണ് എന്താ അബ്സൊല്യൂട്ട് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പൊ 0 ഡിഗ്രി സെൽഷ്യസ് ഇസിക്കൽ ടു 273 കെൽവിൻ. 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് 273 പ്ലസ് 100 ഈക്വൽസ് ടു 373 കെൽവിൻ. ടി കെ എന്ന് പറയുമ്പോൾ ടി മൈനസ് 273 ഡിഗ്രി സെൽഷ്യസ് കിട്ടും. അടുത്ത സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഓർ നോർമൽ ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം the temperature 0 degree Celsius or 273 Kelvin is called normal temperature or standard temperature. അപ്പോൾ 0 degree Celsius ഇല്ലെങ്കിൽ 273 Kelvin നോർമൽ ടെമ്പറേച്ചർ or standard temperature എന്ന് പറയുന്നത്. When in a barometer the mercury column is 760 millimeter, then this atmospheric pressure is called a normal pressure or standard pressure. The mercury column is 760 millimeter. Then this atmospheric pressure is called normal pressure or standard pressure. അതായത് 760 millimeterന്റെ പ്രഷറിനെയാണ് നമ്മൾ നോർമൽ പ്രഷർ ഇല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് പ്രഷർ എന്ന് പറയുന്നത്. ദിസ് ഈസ് ഇക്വലന്റ് ടു 1 atmospheric pressure. ഇത് 760 millimeter കാണിക്കുന്നതിനെയാണ് നമ്മൾ 1 atmospheric പ്രഷറിന് ഇക്വലന്റ് ആണെന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 0 ഡിഗ്രി ടെമ്പറേച്ചറും 760 millimeter മെർക്കുറി പറയുന്നത് എന്താ? സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ and pressure or normal temperature pressure. അടുത്ത diffusion of gases. Natural process of intermixing of different gases having difference in their densities and existence of their own forces of gravity is called diffusion. അതായത് പല ഗ്യാസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്യുന്ന ഒരു ടെൻഡൻസി ഉണ്ടല്ലോ, അത് ശരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്ന എന്താ? അതിന്റെ ഡെൻസിറ്റി. പല ഗ്യാസിനും പല ഡെൻസിറ്റീസ് ആയിരിക്കും, അതിന്റെ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റേഷൻ അതിനനുസരിച്ചായിരിക്കും ഡിഫ്യൂഷൻ നടക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പം in this unit the volume of gas diffused from a whole of a gaseous container is called rate of diffusion or velocity of the diffusion of the gas. അതായത് ഒരു ഗ്യാസിന്റെ വെലോസിറ്റി അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് ഒരു ഗേഷ്യസ് കണ്ടെയ്നർ എടുക്കുന്നു, എന്നിട്ട് ഒരു ഊട്ട ഇട്ട് കൊടുക്കുന്നു, ഒരു ഹോൾ ഇട്ട് കൊടുക്കുന്നു. അപ്പൊ ആ ഹോളിൽ കൂടെ ഗ്യാസ് എത്രമാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഫ്യൂസ്ഡ് ആവുന്നു എന്നനുസരിച്ചാണ് എന്ത് പറയുന്നത്? റേറ്റ് ഡിഫ്യൂഷൻ ഓർ വെലോസിറ്റി ഓഫ് ദ ഡിഫ്യൂഷൻ ഓഫ് ദ ഗ്യാസ് എന്ന് പറയുന്നത്. അടുത്ത ഗ്രഹാംസ് ലോ ഓഫ് ഡിഫ്യൂഷൻ. Graham in 1883 propounded a comprehensive theory regarding the rate of diffusion of gases and it is called Graham's law of diffusion. അതായത് 1883 ഗ്രഹാം എന്ന് പറയുന്ന സയന്റിസ്റ്റ് എന്ത് കണ്ടുപിടിച്ച്? ഒരു തിയറി. എന്തിനെ കുറിച്ച്? ഡിഫ്യൂഷൻ ഓഫ് ഗ്യാസസിന്റെ റേറ്റിന് അനുസരിച്ചുള്ള ഒരു തിയറി കണ്ടുപിടിച്ച് അതിനെയാണ് ഗ്രഹാംസ് ലോ ഓഫ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലും പ്രഷറിലും രണ്ടും കോൺസ്റ്റന്റ്. അപ്പൊ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഓഫ് വേരിയസ് ഗ്യാസസ് എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. എന്തിന്? സ്ക്വയർ റൂട്ട് ഓഫ് ദ ഡെൻസിറ്റീസ് ഓഫ് ദ ഗ്യാസസ്. ഗ്യാസസിന്റെ ഡെൻസിറ്റീസ് ഉണ്ടല്ലോ, അതിന്റെ സ്ക്വയർ റൂട്ട്സ്, ആ സ്ക്വയർ റൂട്ട്സിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്ത്? ആ ഗ്യാസിന്റെ തന്നെ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. Thus, if two gases have relative densities D1 ഉം D2 ആണെങ്കിൽ റെസ്പെക്റ്റീവ് റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് R1 ആൻഡ് R2 ആണെങ്കിൽ then ഇക്വേഷൻ എങ്ങനെ വരും? R1 directly proportional to 1 by root of D1.
R2 directly proportional to 1 by root of D2. D1 എന്ന് പറയുന്നത് ഡെൻസിറ്റി ഓഫ് ദ ഫസ്റ്റ് ഗ്യാസും D2 എന്ന് പറയുന്നത് ഡെൻസിറ്റി ഓഫ് ദ സെക്കൻഡ് ഗ്യാസും. R1 എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഓഫ് ദ ഫസ്റ്റ് ഗ്യാസും R2 എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഓഫ് ദ സെക്കൻഡ് ഗ്യാസ്. അപ്പോൾ R1 ഈക്വൽസ് ടു K by root D1, R2 is equal to K by root D2. K എന്ന് പറയുന്നത് കോൺസ്റ്റന്റ്. അങ്ങനെയാണെങ്കിൽ R1 by R2 എന്ന് പറയുന്നത് റൂട്ട് D2 by D1 ഈക്വൽസ് ടു റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1 by root ഡെൻസിറ്റി. ഇതുവഴി എന്ത് മനസ്സിലാക്കാം? thus the lighter gases diffuse at a faster rate and vice versa. അതായത് ലൈറ്റർ ആയിട്ടുള്ള ഗ്യാസ് ആയിരിക്കും പെട്ടെന്ന് ഡിഫ്യൂസ് ആവുന്നത്, എന്നാൽ ഹെവിയർ ആയിട്ടുള്ള ലൈറ്റ് ഡിഫ്യൂസ് ആവാൻ താമസം എടുക്കുന്ന പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ആപ്ലിക്കേഷൻസ് അതിന്റെ. ദ ഫിനോമിന ഓഫ് ദ gaseous diffusion are used at various occasions like in the production of Ansell's marsh gas, in the separation of the gaseous mixtures, in the determination of various densities of the gases, in the separation of the isotopes. അപ്പം ഇത് ഇത്രയാണ് അതിന്റെ ആപ്ലിക്കേഷൻസ് വരുന്നത്. അപ്പൊ ഏതൊക്കെയാ? പ്രൊഡക്ഷൻ ഓഫ് ആൻസൽ മാർഷ് ഗ്യാസിന്റെ കേസിലും പിന്നെ ഗേഷ്യസ് മിക്സ്റ്റേഴ്സ് ഉണ്ടല്ലോ അത് സെപ്പറേറ്റ് ചെയ്യുന്ന കേസിലും പിന്നെ വേരിയസ് ഡെൻസിറ്റീസ് പല ഗ്യാസിന്റെ വേരിയസ് ഡെൻസിറ്റിയുടെ ഡിറ്റർമിനേഷൻ നടത്തേണ്ട കേസിലും ഒക്കെ ഈ ലോ ആണ്, ഈ ലോയുടെ ബേസിലാണ് അത് നടക്കുന്നത്. ഇൻ സെപ്പറേഷൻ ഓഫ് ദി ഐസോടോപ്സ് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഇതാ. ഓക്കെ, അടുത്ത ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ ടോട്ടൽ പ്രഷർ ഓഫ് എ ഗേഷ്യസ് മിക്സ്ചർ ഓഫ് എ ഡെഫിനിറ്റ് വോളിയം ഓഫ് ഗ്യാസ് is equivalent to the sum of the partial pressures of the component gases. അതായത് ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ ഈ ടോട്ടൽ പ്രഷർ ഓഫ് എ ഗേഷ്യസ് മിക്സ്ചർ, അതായത് ഒരു ഗ്യാസിന്റെ മിക്സ്ചർ ആയിട്ടുള്ള ഇതാണെന്ന് വിചാരിച്ചു, അതിന്റെ ടോട്ടൽ പ്രഷേഴ്സ് എന്ന് പറയുന്നത് ആ ഓരോ ഗ്യാസിന്റെയും പാർഷ്യൽ പ്രഷേഴ്സ് ആ ഗ്യാസിൽ, അതായത് ആ മിക്സ്ചേഴ്സിലുള്ള ഓരോ ഗ്യാസ് കാണുമല്ലോ, ആ ഗ്യാസിന്റെ പാർഷ്യൽ പ്രഷേഴ്സിന്റെ സം ആയിരിക്കും എന്നാ പറയുന്നത്. If there are 3 gases, A എന്നും B എന്നും C എന്നും 3 പേരുള്ള ഗ്യാസ് ഉണ്ടെന്ന് വിചാരിച്ചു, അതിന്റെ whose partial pressures are PA, PB and PC. അങ്ങനെയാണെങ്കിൽ അക്കോർഡിംഗ് ടു ഡാൾട്ടൺസ് ലോ പാർഷ്യൽ പ്രഷർ വഴി ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് എന്താ? PA പ്ലസ് PB പ്ലസ് PC ആയിരിക്കും. ആ ഗ്യാസിന്റെ ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് ഗ്യാസ് ഓഫ് പാർഷ്യൽ പ്രഷർ ഓഫ് A ഗ്യാസ് പ്ലസ് PB പ്ലസ് PC. ഇനി അടുത്ത അവഗാദ്രോസ് ഹൈപ്പോതെസിസ്. അറ്റ് ഈക്വൽ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഇൻ ഈക്വൽ വോളിയൂംസ് ഓഫ് ഓൾ ഗ്യാസസ് ദർ ആർ ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ്. അവഗാദ്രോസിന്റെ ഹൈപ്പോതെസിസ് പറയുന്നത് ഈക്വൽ ടെമ്പറേച്ചറിലും പ്രഷറിലും ആണെങ്കിൽ ഈക്വൽ വോളിയൂമിലും ആണെങ്കിൽ എല്ലാ ഗ്യാസിനും എന്താ ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആയിരിക്കും പറയുന്നത്. ഇഫ് അറ്റ് ആൻ ഈക്വൽ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എ ഗ്യാസ് ഹാവ് വോളിയം B ആൻഡ് ദർ ഈസ് n മോൾ ഗ്യാസ്, ദെൻ B എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു n. ദാറ്റ് ഈസ് വോളിയം ഓഫ് ദ ഗ്യാസ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി നമ്പർ ഓഫ് മോൾ. മോൾ ആയിരിക്കുന്നല്ലേ പറയുന്നത്, നമ്പർ ഓഫ് മോൾ എന്ന് പറയുന്നത് മോളിക്യൂൾസ്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് അടിക്കുക. ഇനി ഇങ്ങനത്തുള്ള വീഡിയോസ് വേണമെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബട്ടണും കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.